ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. അപ്പം ഞങ്ങൾ സൗത്ത് ഗോവയിലാണ്. അപ്പം സൗത്ത് ഗോവയിൽ ഞങ്ങളൊരു എന്താ പറയുക, ഒരു ട്രാവൽ വ്ളോഗ് മാതിരിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പോകുന്ന സ്ഥലം, ഞങ്ങളിപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ പാലലം രാജ്ബാഗിലാണ് താമസിക്കുന്നത്. റൂം ടൂറും റിസോർട്ട് ടൂറും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പം നമ്മൾ ഇന്ന് ഇപ്പം സെക്കൻഡ് ഡേ ആണ്. നമ്മൾ സെക്കൻഡ് ഡേ ഇപ്പം സമയം ഏകദേശം 1 മണിയായി. ഫസ്റ്റ് ഡേ നമ്മൾ വന്നിട്ടുള്ള ഇന്നലെ വന്നു. ഇന്ന് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പം സമയം ഏകദേശം 1 മണിയായി, 1:30 അപ്പം നമ്മളിപ്പോൾ ഇവിടെ അടുത്തായിട്ട് നമുക്ക് പട്നം ബീച്ചുണ്ട്. അപ്പം നമുക്ക് നിങ്ങളെ പട്നം ബീച്ച് കാണിച്ചു തരാം. കുറേ ബീച്ചസ് ഉണ്ട്. അഗോഡയുണ്ട്, കോലയുണ്ട്, കോൾവയുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്നം ബീച്ചാണ്. പട്നം ബീച്ച് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഹാർഡ്ലി 5 or 10 minutes. അപ്പം ഈ വീഡിയോയിൽ പട്നം ബീച്ച് എങ്ങനെ ഇരിക്കുന്നു, ഈ സമയത്ത് ക്രൗഡ് എങ്ങനെയാണ്, പിന്നെ ആ ഒരു സംഭവങ്ങളേ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരിക്കും, പക്ഷേ നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ പിന്നെ നേരങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്രെയിൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളപ്പോൾ അങ്ങനെ പട്നം ബീച്ചിൽ വന്നു. 4 minutes ഉള്ളൂ. ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് എന്താ പറയുന്നത്, ബീച്ചിലേക്കോട്ട് പോവുക, ഷാക്ക് വല്ലതും തേടി പോവുക. ബീച്ച് സൈഡിലിരിക്കാൻ നട്ടുച്ച വെയിലത്ത് നല്ല വെയിലാണ്. ആൾക്കാർ ഇത് കാറ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു. കാറൊന്നും കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഐഡിയ. വണ്ടിയൊന്നും വരാതിരിക്കാൻ അവർ നല്ലോണം ബൈക്കൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അവർ ബൈക്ക് റോഡിന്റെ മിഡിലേക്ക്, റോഡിൻ്റെ നടുക്ക് തന്നെ ബൈക്ക് വെച്ചിരിക്കുക. ഇതാണ് പട്നം ബീച്ച്. പാലലത്തിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ബീച്ച് ഷാക്സ് ഒക്കെ ആയിട്ട് ഇരിക്കുക. അടിപൊളി. അവിടെ ഏതാണ്ട് മൗണ്ടൻ റേഞ്ച് മാതിരി ഉണ്ട്. മൗണ്ടൻ റേഞ്ച് അല്ല, ഒരു കുന്നൊക്കെ ഉണ്ട്. പട്നം ബീച്ച്. ഞങ്ങളങ്ങനെ അഗോണ്ട ബീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ റൂമിന്റെ കുറച്ച് 20 minutes ഉള്ളൂ നമ്മുടെ റൂമിൽ നിന്ന് അഗോണ്ട ബീച്ചിലേക്ക് കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. ഇന്നലെ സൺസെറ്റ് കാണാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് നല്ല സൺസെറ്റ് കാണാൻ പറ്റി. അപ്പോൾ നിങ്ങളെ സൺസെറ്റ് കാണിച്ചാൽ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ബീച്ച്. ആൾക്കാർ കുറവാണ് കേട്ടോ. പാലലമിലൊക്കെ നല്ലോണം ആൾക്കാരും തിരക്കുണ്ട്. ഇവിടെ ആൾക്കാർ കുറവാണ്. ആ കാര്യം പറയണമല്ലോ, എനിക്കിഷ്ടപ്പെട്ടത്. ആൾക്കാർ കുറവ്, തിരക്ക് കുറവ്, നല്ല സൺസെറ്റ്. ഇന്നലെ ഭയങ്കരമായിരുന്നു. നമ്മൾ എടുത്തിരുന്ന വീഡിയോ ഇന്നലത്തേതോ? ഇല്ല, എടുത്തിരുന്നു. ഇന്നലത്തെ വീഡിയോ എടുത്തിരുന്നു. ഇന്നലെ പാലോലം ബീച്ചിലാണ് നമ്മൾ പോയത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. സൺസെറ്റ് ആസ്വദിക്കാം. ഇതാണ് അഗോണ്ട ബീച്ച്. കൊള്ളാം. കിടിലൻ ബീച്ചാണ് കേട്ടോ. അടിപൊളി ബീച്ച്, എനിക്കിഷ്ടപ്പെട്ടു. ആൾക്കാരില്ലാത്തതുകൊണ്ട് അതൊന്നും ഇഷ്ടപ്പെട്ടത് ഇച്ചിരിയും കൂടെ. ആൾക്കാരുണ്ട്, അത്രയ്ക്കില്ല കേട്ടോ.
കണ്ടില്ല, ഓൾമോസ്റ്റ് നമുക്ക് എം ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങളപ്പോൾ അങ്ങനെ അഗോണ്ട ബീച്ചിൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് ആയിരുന്നു. അടിപൊളി ഒരു സൺസെറ്റ് ആയിരുന്നു. നമ്മള് ഭയങ്കര വിശാലമായ ബീച്ചാ, നിറയെ വേവ്സ്. എന്നുവെച്ചാൽ ഇപ്പൊ അടുത്തടുത്ത് ഇപ്പം സൺസെറ്റ് ആയതിനു ശേഷം ഭയങ്കര വേവ്സിന്റെ ഒരു ഇത് കൂടിയിട്ടുണ്ട്. ആൾക്കാരെല്ലോടും വെളിയിലോട്ട് വരാനൊക്കെ പറഞ്ഞ് വിസിലടിയൊക്കെ ആയിരുന്നു ഇവിടെ. പക്ഷെ നല്ല ക്ലീനാ, ആൾക്കാർ കുറവാ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്രയോ ബെറ്റർ സൗത്ത്. നല്ല ക്ലീൻ ബീച്ച് കേട്ടോ. അങ്ങനെ കൂടുതൽ ചപ്പും ചവറും ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബീച്ചാണ് കേട്ടോ ഈ രാജ്ബാഗ് ബീച്ച്. നമ്മൾ ആദ്യമായിട്ട് 2 ദിവസം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഏറ്റവും നിയർ 4 മിനിറ്റേ ഉള്ളൂ. നമ്മൾ നല്ലൊരു ബീച്ച്. എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു ബീച്ച് ഇതാ. രാവിലെയൊക്കെ വേണമെങ്കിൽ അല്ലേ? പക്ഷെ ഷാക്കൊന്നുമില്ല നമുക്ക്. ബീച്ച് ഷാക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ചെറിയ തട്ടുകടകളും പിന്നെ ഇവിടെ സ്വിമ്മിങ്ങിനും ആൾക്കാർ ചെയറൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട്. കയാക്കിങ്ങും ആ പരിപാടികളൊക്കെ ഉണ്ട്. സ്നാക്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റേ നമ്മൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ അഗോണ്ട ബീച്ചിലും കുറവായിരുന്നു. കൂടുതൽ നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടുന്ന് കാണാം. പട്നം ബീച്ച് കാണാം. പട്നം ബീച്ച് നല്ല അതാ. അടിപൊളി ബീച്ച് കേട്ടോ.
നിങ്ങൾ സൗത്ത് ഗോവയിലാണെങ്കിൽ ഈ ബീച്ച് മിസ് ചെയ്യരുത്. ഇത് കുളും ബീച്ചാണ്. കുളും ബീച്ച് പാട്നെ ബീച്ചും പാലലം ബീച്ചിനും നടുക്കായിട്ട് വരും. നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. സാൻഡി ബീച്ചല്ല, റോക്കി ബീച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകൾ തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഈ കല്ലിനകത്ത് നമുക്ക് ഇടയ്ക്കുന്നൊക്കെ പോയി സൂക്ഷിക്കണം, കല്ലാണ്. അപ്പം എന്താ പറയുന്നത്, പ്രോപ്പർ ഫുട്വെയറൊക്കെ ഇട്ടിട്ട് വരണം, ഒന്ന് സൂക്ഷിക്കണം. പക്ഷേ വ്യൂ നല്ല കിടിലൻ വ്യൂ. രാവിലെ ഇപ്പം ഏകദേശം 9:30, ഒറ്റ മനുഷ്യനില്ല, 2-3 പേരുണ്ട്. പക്ഷേ ക്രൗഡ് ഭയങ്കര കുറവാണ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ, കിടിലൻ വ്യൂ. ഹിഡൻ ബീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ പല പേരും വന്ന് കാണും, പക്ഷെ ഞങ്ങളിത് ആദ്യമായിട്ടാണ്. പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ കുറേ കുപ്പികളും ഒക്കെ നിരത്തി ഇങ്ങനെ ആൾക്കാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അത് ഞങ്ങളിപ്പോൾ രാവിലെ വന്നതുകൊണ്ടായിരിക്കും ഇത്രയും ഭംഗി. ഉച്ചക്ക് വരരുത്, ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇച്ചിരി കൂടെ ഭംഗി അതും കൂടെയാണ്. ഇപ്പം ഇവിടെ ഒന്നും ആരുമില്ല, ഒറ്റ മനുഷ്യനില്ല. ബോട്ടിങ്ങിൻ്റെ ആൾക്കാരെല്ലാം ജസ്റ്റ് റെഡി ആവുന്നതേ ഉള്ളൂ. ആ കെഫെ തുറന്നിട്ടില്ല. അത് ഏതായിട്ട് കെഫെ പേരെനിക്കറിയാം, ഞാനിപ്പം നിങ്ങൾക്ക് എഴുതിത്തരാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. എന്തൊരു ഭംഗി. നമുക്ക് ഒട്ടുമെങ്കിൽ ഇവിടെ കഫേയിൽ വരണം. ഇന്നൊരു ദിവസം നമ്മുടെ ഉള്ളൂ, ഇന്ന് വർക്കിംഗ് ഡേയും കൂടെയാണ്. ഇവിടെ ഒരു ക്യാഫെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതാണ് ഒരു ക്യാഫെ. പിന്നെ മുകളിലൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അറിയാവുന്നില്ല, ഒരു ഫോറിനർ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സൗത്ത് ഗോവേൻ്റെ ബീച്ചസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ സൗത്ത് ഗോവ എല്ലാ സ്ഥലങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ല. ഇനിയും കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനും ബാക്കിയുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചിരിക്കുക അല്ലേ. സെക്കൻഡ് ടൈമാണ് ഗോവയിൽ. ഇനിയും ഗോവയിൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം ഗോവയിൽ വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് ബീച്ചസിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. ആ ബീച്ചസിൻ്റെ വീഡിയോസൊക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് കുറേ ദിവസം, ഒരാഴ്ച ഉണ്ടായിരുന്നെങ്കിലും പാതിയും വർക്കിംഗ് ഡേയിലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ന്യൂ ഇയേഴ്സും പിന്നെ ഒക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ ഗോവൻ സീരീസ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.